ഹലോ ഗൈസ്, പതിവ് പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ ഞാൻ വരുമ്പോഴേക്കും ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു സംഭവം. ഇതെന്താന്ന് ഏകദേശം ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇണ്ടേറി അപ്പം. ശരിക്കും സാധാരണ പാതി നോമ്പ് ബുധനാഴ്ച ദിവസമാണ് ആചരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ധാരണയിൽ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ് കറക്റ്റ് 25 ദിവസം എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു ധാരണയിലാണ് പാതി നോമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഞാൻ പാതി നോമ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. കഠിനമായിട്ടുള്ള നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഇടയിലൂടെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ തളർന്നു പോകാതെ ഈ ഒരു നോമ്പ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സഭ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഒരു പാതി നോമ്പ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കും, ഇണ്ടേറി അപ്പം. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാതും ഇങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. അറിയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് പല രീതിയിലും ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. ആവിയിൽ വേവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചുട്ടെടുത്ത് കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു പാതി നോമ്പിൽ ഈ ഒരു അപ്പം കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ചുട്ടെടുത്ത് കഴിക്കുന്നതാട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പാതി നോമ്പിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും തടസ്സങ്ങളൊന്നും കൂടാതെ ഈസ്റ്റർ ആകുന്നത് വരെ നോമ്പും ഉപവാസവും എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.